ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ നിത്യ മിസ് ആണ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സെറ്റ് മാത്തമാറ്റിക്സിലെ ടോപ്പോളജി എന്നുള്ള ഭാഗത്തുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് റിസൾട്ട്സ് കാണിച്ചു തരാം. നമ്മുടെ 2026 ജനുവരി സെറ്റ് ബാച്ചിന്റെ നമ്മുടെ കുട്ടികളാണ് എല്ലാം. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ പോലെ തന്നെ നിങ്ങളും CC ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള മുഖങ്ങളാണ്. കുറെ പേരുടെ ഫോട്ടോസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും കുട്ടികളാണ് നമ്മുടെ ഇത്തവണത്തെ സെറ്റ്. കഴിഞ്ഞ തവണത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തവണത്തെ സെറ്റിൽ നമുക്ക് ഇത്രയും കുട്ടികളാണ് സെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഇതുപോലെ സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. എന്നാലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഇത്രയും വാസ്റ്റ് സിലബസ് ഇത്രയും ദിവസങ്ങളും ഉണ്ട്. ഓഗസ്റ്റ് 2 എക്സാം ആയി അല്ലേ? ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും 5 വർഷം കൊണ്ട് പഠിച്ചത്, ഡിഗ്രി PG ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, B.Ed ഇതൊക്കെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പഠിച്ചെടുക്കാം? അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 45 ഡേ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ്, എന്നാൽ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ലളിതമായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുക. എങ്ങനെയാണ് ഈ ബാച്ച് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ 9746455514 ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചാൽ മതി. അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് പറഞ്ഞത്? ടോപ്പോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. അതായത് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് കണ്ടിന്യൂറ്റിയുടെ ഭാഗത്തുള്ളതാണ് അല്ലേ? ഓക്കെ, ടോപ്പോളജിയിൽ എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. എല്ലാ ഓപ്പൺ സെറ്റും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ എന്താണോ നോക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആണോ. ടോപ്പോളജിത്തെ കേസാണേ പറയുന്നത്. നമ്മൾ പലയിടത്തും കണ്ടിന്യൂറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ എവിടുത്തെ കേസാണ് പറഞ്ഞത്? ടോപ്പോളജിയിലെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ടോപ്പോളജിയിൽ നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? നമ്മുടെ കോഡൊമൈനിൽ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ്, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അഥവാ പ്രീ ഇമേജ് ഡൊമൈനിൽ എന്തായിരിക്കണം? ഡൊമൈനിൽ ഓപ്പൺ ആയിരിക്കണം എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിയറംസ് അബൌട്ട് കണ്ടിന്യൂറ്റി ഇൻ ടോപ്പോളജി. ഈ വീഡിയോയിലെ എല്ലാ തിയറംസും ആയി എന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറംസ്, കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറംസ്. കണ്ടിന്യൂറ്റീവായിട്ട് അല്ലാതെ എന്തൊക്കെ വരാണ്ട്? കോമ്പാക്ട്, ഹോമിയോമോർഫിസം അല്ലെ, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ തിയറംസ് ഉണ്ട് അല്ലെ. ടോപ്പോളജിയിൽ മെയിൻ ആയിട്ട് നമ്മൾ തിയറും ഡെഫിനേഷനും ആണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് അല്ലെ. അവിടെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെയും ഫംഗ്ഷൻ അനാലിസിസിലൊക്കെ കിടക്കുന്ന സമയത്താണ് അവിടെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള തിയറംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ തിയറംസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അതേപോലെ അല്ല കൊടുത്തിട്ടുള്ളത്. ഒരു തിയറം, അതിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഓർത്ത് വെക്കേണ്ട റിസൾട്ട് എന്താണ്, ആ രീതിയിൽ പോയിന്റ് ആയിട്ടാണ് ഞാൻ ഓരോന്നും എഴുതിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് എന്താണ്? അതായത് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണ്? ഇവിടെയുള്ള ഓപ്പൺ സെറ്റ്, എവിടെ? കോഡൊമൈനിലുള്ള ഓപ്പൺ സെറ്റ് എവിടെ ഓപ്പൺ ആവണം? ഡൊമൈനിൽ ഓപ്പൺ ആവണം അല്ലേ. ഇതാണ് കോഡൊമൈൻ. ഓക്കെ, അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്ന് വൈയിലേക്കാണെന്ന് വിചാരിക്കാം. എക്സ് എന്നുള്ള ടോപ്പോളജിയിൽ നിന്ന് എക്സ് എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസ് നിന്ന് വൈ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിലേക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഏത് സെറ്റ് എടുത്താലും, ഇവിടുത്തെ ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിന്റെ പ്രീ ഇമേജ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് അതെവിടെയായിരിക്കും? കോഡൊമൈനിലായിരിക്കില്ലേ. കോഡൊമൈനില് അതെന്തായിരിക്കണം? അവിടെ ഓപ്പൺ ആയിരിക്കണം. ഈ ഡൊമൈൻ്റെ അകത്ത് കോഡൊമൈനിൽ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഓപ്പൺ സെറ്റ്, അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും? ഡൊമൈനകത്തായിരിക്കും. ഡൊമൈനകത്ത് അതെന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഇതൊക്കെ സെറ്റ് അല്ലേ? ഇതൊക്കെ എന്താണ്? സെറ്റ്സ് ആണ്. എക്സ് ഒരു സെറ്റാണ്, വൈ ഒരു സെറ്റാണ് അല്ലെ. ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിന്റെ മുകളിൽ നമ്മൾ ടോപ്പോളജിയുടെ കണ്ടീഷൻസ് ഒക്കെ ചേർത്ത് പറഞ്ഞതാണ് ടോപ്പോളജിക്കൽ സ്പേസ് അല്ലെ. മെട്രിക് സ്പേസ് അതുപോലെയല്ലേ. ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിന്റെ മുകളിൽ നമ്മൾ മെട്രിക് വെച്ചിട്ടുള്ള കണ്ടീഷൻസ് എന്താണ്? ഒരു മെട്രിക് വെച്ച് പറഞ്ഞ സമയത്ത് അതൊരു മെട്രിക് സ്പേസ് ആവും. അതുപോലെ ഗ്രൂപ്പ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സെറ്റാണ് അല്ലെ, ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. അതിന്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ
ബൈനറി ഓപ്പറേഷൻസും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് അതെന്താവുന്നത്, ഗ്രൂപ്പ് ആവുന്നത്, അതുപോലെ റിംഗ് ആവുന്നത്, എല്ലാം ഒരു സെറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെറ്റിന്റെ സിലബസിൽ ഫസ്റ്റ് എന്താണ്, സെറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ സെറ്റ്സും ഫങ്ഷൻസും അറിഞ്ഞെങ്കിലും മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താവുള്ളൂ, മനസ്സിൽ നല്ല പോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞു വെക്കണം. അതാണ് യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് എവിടെ ഓപ്പൺ ആവണം, ഡൊമൈനിൽ ഓപ്പൺ ആവണം. അങ്ങനെയാണെങ്കിലാണ് അത് കണ്ടിന്യൂസ് ആവുന്നത് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ്, അതൊരു തിയറത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ഡെഫിനേഷൻ ആയിട്ട് ഞാൻ കണ്ടിന്യൂറ്റിയെ ഓർക്കണം എന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ആ ഒരു പോയിന്റ് തന്നെയാണ് ആദ്യം എഴുതിയത്. എന്ത്, പ്രീ ഇമേജ് അഥവാ ഇൻവേഴ്സ് ഇമേജ്. പ്രീ ഇമേജ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. അങ്ങനെ വെച്ചാൽ എന്താ അർത്ഥം, പ്രീ ഇമേജ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ്. പ്രീ ഇമേജ് എന്ന് പറയണമെങ്കിൽ ആ ഓപ്പൺ സെറ്റ് എവിടെ ഉണ്ടാവണം, കോഡൊമൈനിൽ ഉണ്ടാവുന്ന ഓപ്പൺ സെറ്റ് ആയിരിക്കണം അല്ലെ. ഈ പ്രീ ഇമേജ് എന്നുള്ള വേർഡ് തന്നെ ഉണ്ട് എവിടെയാണ്, ഈ ഓപ്പൺ സെറ്റ് കോഡൊമൈനിലാണോ ഡൊമൈനിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രീ ഇമേജ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് എന്നുള്ള വേർഡ് തന്നെ ഉണ്ട് അല്ലെ. ഇനി നേരെ മറിച്ച് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ എന്ന് പറയുകയാണെങ്കിലോ, അതിന്റെ അർത്ഥം എന്താണ്, ഇമേജ് എവിടെയാണ് ഇമേജ് പറയാ, ഡൊമൈനിലുള്ള ഒരു സെറ്റിന്റെ ഇമേജ് ആണ് നമ്മൾ എവിടെ പറയാ, കോഡൊമൈനിന്റെ അകത്ത് പറയുന്നത് അല്ലെ. ഇവിടെ പ്രീ ഇമേജ് ആണ്. ഇമേജ് ആണെങ്കിൽ ഇവിടെയുള്ളതിന്റെ ഇമേജ് ഇവിടെ എന്നാണ് നമ്മൾ പറയാ അല്ലെ. പ്രീ ഇമേജ് ആണെങ്കിൽ ഇവിടെയുള്ള എലമെന്റിന്റെ പ്രീ ഇമേജ് ആണ്, ഇൻവേഴ്സ് ഇമേജ് ആണ് ഇവിടെ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ പ്രീ ഇമേജ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ കേസിൽ ഇതുപോലെ ഇമേജ് പ്രീ ഇമേജ് എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്കവാറും, ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക. PYQല് ഈ ഇമേജ് പ്രീ ഇമേജ് വെച്ചിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് കറക്റ്റ് ആണോ, ഏതൊക്കെയാണ് എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്, വരാറുമുണ്ട്, പലപ്പോഴായിട്ട് വരാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ പ്രീ ഇമേജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താ, പ്രീ ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ്. എന്താണ് പ്രീ ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ്? അതായത് പ്രീ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൊമൈനും കോഡൊമൈനും വേണം. എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ലെ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇതൊക്കെ എവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറംസ്, അതിൽ നിന്നുള്ള റിസൾട്ടാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാം പറയുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കണേ. അപ്പൊ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇത് എക്സ് എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസ്, ഇത് വൈ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസ്. പ്രീ ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് അവിടെ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് ഇവിടെ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടുത്തെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ഒരു സെറ്റ് എന്ന് പറയുന്നത് സി ആണെങ്കിൽ, ക്യാപിറ്റൽ സി ആണെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഇൻവേഴ്സ് സി. എഫ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാവുക, എക്സിലാണ് ഉണ്ടാവുക. എക്സിൽ അതെന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. എക്സിൽ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ, ടോപ്പോളജിയിൽ ഓപ്പൺ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ടോപ്പോളജിക്കൽ സ്പേസിനകത്ത് ആ എലമെന്റ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ സെറ്റ് എവിടുത്തെ സെറ്റ് ആയിരിക്കും, ടോപ്പോളജിയിലെ സെറ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് ഇവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞു, ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ക്ലോസ്ഡ് ആണെന്നല്ലേ പറഞ്ഞത്, തെറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റുക. എന്താണ്, ഇവിടെ സി എന്നുള്ള ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ എന്തായിരിക്കണം, ക്ലോസ്ഡ് തന്നെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലോസ്ഡ് സെറ്റ് സി ആണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് സി, അതെന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം എന്താണ്, ടോപ്പോളജിയിൽ ഓപ്പൺ സെറ്റ് എന്ന് വെച്ചാൽ, ടോപ്പോളജിക്കൽ സ്പേസിൽ ഓപ്പൺ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ആ ടോപ്പോളജിയിലെ എലമെന്റ് ആയിരിക്കും അല്ലെ. അതെങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റുക? തൊട്ട് മുമ്പത്തെ കേസ് തന്നെ നോക്കുക, ഓപ്പൺ ആവുന്ന കേസ്. ഈ ഓപ്പൺ ആവുന്ന കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടുത്തെ ഒരു ഓപ്പൺ സെറ്റ് എടുത്താൽ അതിന്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കണം എന്നല്ലേ പറഞ്ഞത്. ഇവിടുത്തെ ഒരു ഓപ്പൺ സെറ്റ്, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ആണ്. ഇവിടുത്തെ ഓപ്പൺ സെറ്റ് ഞാൻ എടുക്കുകയാണ്, ഈ ഓപ്പൺ സെറ്റ് ഇ എടുക്കുകയാണ്.
ഓക്കെ, അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ഇമേജ് അല്ലെങ്കിൽ പ്രീ ഇമേജ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഇ ആണ്. ഇത് എവിടെയാ ഉണ്ടാവുക? പ്രീ ഇമേജ് അല്ലേ, ഡൊമൈനകത്ത് എക്സിനകത്ത്, എക്സ് എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിനകത്താണ് ഉണ്ടാവുക. എക്സിന്റെ ടോപ്പോളജി ആണെന്ന് കാണിക്കാനാണ് ഞാൻ ടോ എക്സ് എന്ന് കൊടുത്തത്. അപ്പൊ അതിനകത്താണ് ഉണ്ടാവുക. അപ്പൊ ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ഇ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം, ഏത് പറഞ്ഞത്? ടോപ്പോളജിക്കൽ സ്പേസിലെ ഓപ്പൺ സെറ്റ് പറഞ്ഞത് ടോപ്പോളജിയിലെ എലമെന്റ് ആയിരിക്കില്ലേ? അതായത് ഈ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ എന്ന് പറയുന്നത് എവിടെയും ഉണ്ടാകും? ടോപ്പോളജിക്ക് അകത്ത് അല്ലെ, ടോ എക്സിനകത്ത് ഉണ്ടാവും. അവിടുത്തെ ഓപ്പൺ സെറ്റ് ആണല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ ആലോചിച്ച് നോക്കുക. സി എന്ന് പറയുന്നത്, ഇ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സെറ്റ് ആണ്. അതിന്റെ ഇൻവേഴ്സ് ഇമേജ് പറയുന്നത് മറ്റൊരു സെറ്റ് ആണ്. എക്സിന്റെ സബ്സെറ്റ് ഒക്കെയാണ്. ഓക്കെ, എക്സിന്റെ സബ്സെറ്റ്സിന്റെ കളക്ഷൻ തന്നെയല്ലേ ടോപ്പോളജിക്ക് അകത്ത് വരുന്നത്? ടോപ്പോളജി എന്ന് വെച്ചാൽ എന്താണ്? 5x അവിടെ ഉണ്ടാവണം അല്ലെ. ആർബിട്രറി ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് അവിടെ ഓപ്പൺ ആയിരിക്കണം. അതിന്റെ യൂണിയൻ എടുത്താൽ ഓപ്പൺ ആയിരിക്കണം. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയിരിക്കണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളതാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഇ എന്ന് പറയുന്നത് അവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആ ഓപ്പൺ എന്നുള്ള എലമെന്റ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ടോപ്പോളജി ടോയിലെ എലമെന്റ് ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അതിന് മറുപടി അവിടെ തരാം. ഓക്കെ, അപ്പോൾ പ്രീ ഇമേജ് ഓഫ് എ ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞു. പ്രീ ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. എപ്പോ? എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ, ആ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം എന്താണ്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സ്പേസ് ഈസ് കോമ്പാക്ട്. എന്താണ്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സ്പേസ് ഈസ് കോമ്പാക്ട്. അതിന്റെ അർത്ഥം എന്താണ്? കണ്ടിന്യൂസ് ഇമേജ്, എഫ് ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ, എഫ് ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സ്പേസ്. ഇവിടെ ഒരു കോമ്പാക്ട് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു കോമ്പാക്ട് സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഇത് മൊത്തത്തിൽ ഒരു കോമ്പാക്ട് സ്പേസ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് ഇമേജ് എന്നാണ് പറഞ്ഞത്. നോക്കുക, ഇമേജ് എന്നാണ് പറഞ്ഞത്, പ്രീ ഇമേജ് എന്നല്ല. അപ്പൊ ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് എന്താണ് വരുന്ന രീതിയിൽ, ഇപ്പുറത്തുള്ളതിന്റെ പ്രോപ്പർട്ടി അപ്പുറത്തും വരുന്ന രീതിയിലാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സ്പേസ്. ഇത് എക്സ് എന്നുള്ളത് കോമ്പാക്ട് സ്പേസ് ആണെങ്കിൽ അതിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ കോമ്പാക്ട് ആയിരിക്കും അല്ലെ. ഒന്നും കൂടെ നോക്കുക, എന്താണ് ഇവിടെ ഈ ഫിഗറിനകത്ത് ഞാൻ ഇവിടെ ഇത് എക്സ് ആണ്, ഇത് വൈ ആണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഒരു കോമ്പാക്ട് സ്പേസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഇതൊരു കോമ്പാക്ട് സ്പേസ് ആണ്. ഓക്കെ, കോമ്പാക്ട് ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ഇതിപ്പം സി എന്നാണ് ഈ സെറ്റിന് പേര് കൊടുത്തതെങ്കിൽ, ഈ കോമ്പാക്ട് സെറ്റിന് സി എന്ന് പേര് കൊടുത്തതെങ്കിൽ എഫ് ഓഫ് സി ആയിരിക്കും ഇത്. ഓക്കെ, ആ എഫ് ഓഫ് സിയും എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫുൾ സ്പേസ് തന്നെ എക്സ് തന്നെ കോമ്പാക്ട് സ്പേസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഇമേജ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? അതിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതിന്റെ ഇമേജ് എന്താ? എഫ് ഓഫ് എക്സ് അല്ലേ. ആ എഫ് ഓഫ് എക്സ് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു വൈ ആയിരിക്കാം. അത് അവിടെ എന്തായിരിക്കും? കോമ്പാക്ട് ആയിരിക്കും. ഈ കാര്യമാണ് ഈ ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഇങ്ങനെയൊരു തിയറം കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? കണ്ടിന്യൂസ് എന്താണ്, ഈ ഇമേജ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ആലോചിക്കുക. എന്തൊക്കെ ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് അതിന്റെ ഒരു ലെക്ചർ നോട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതുപോലെ എന്താണ് കോമ്പാക്ട് സ്പേസ്, അപ്പൊ അവിടെ എന്തൊക്കെ അറിയണം? കവർ എന്താണെന്ന് അറിയണം, കവറിങ് അറിയണം അല്ലെ. എന്താണ് ഓപ്പൺ കവർ എന്നുള്ളത് അറിയണം. എന്താണ് ഫൈനൈറ്റ് കവറിങ് എന്നുള്ളത് അറിയണം അല്ലെ. കോമ്പാക്ട് സ്പേസിന്റെ ഡെഫിനിഷൻ എന്താണ്? എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവണമെന്നല്ലേ. അപ്പൊ എന്താണ് കവറിങ്, എന്താണ് ഓപ്പൺ കവറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇതിന്റെ മൊത്തത്തിലുള്ള ആ ഒരു മീനിങ് മനസ്സിലാവുള്ളൂ. അടുത്തത് എന്താ പറയുന്നത്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ്. എന്താണ്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ്. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഒരു കണക്റ്റഡ് സ്പേസ് ആണെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. കണ്ടിന്യൂസ് ഇമേജ് ഇത് സി ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് സി അതെന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് അത് കണക്റ്റഡ് ആയിരിക്കും. ഇതുപോലെ പാത്ത് കണക്റ്റഡ് ഒക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഇതേപോലെയുള്ള റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അതാണ് മറ്റൊന്ന്. എന്താണ്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ പാത്ത് കണക്റ്റഡ് സ്പേസ് ഈസ് പാത്ത് കണക്റ്റഡ്. ഓക്കെ, പാത്ത് കണക്റ്റഡ് അല്ലെങ്കിൽ പാത്ത് വൈസ് കണക്റ്റഡ് എന്നൊക്കെ എന്താണ് മീനിങ്? അവിടെ 2 പെയർ ഓഫ് പോയിന്റ്സ് എടുത്താൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം അല്ലെ? അത് എഫ് റിലേറ്റഡ് ആയിട്ടാണ്. 0, 1 എന്ന് എക്സ് എന്നുള്ള സ്പേസിലേക്കുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒക്കെ ആയിട്ടല്ലേ നമ്മൾ പറയാം. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിന്റെ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ പാത്ത് കണക്റ്റഡ് സ്പേസ്, ഇവിടെയുള്ളത് പാത്ത് കണക്റ്റഡ് സ്പേസ് ആണെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പാത്ത് വൈസ് കണക്റ്റഡ് ആയിരിക്കണം. അതായത് ഏത് പെയർ ഓഫ് പോയിന്റ്സ് എടുത്താലും അവിടെ കണ്ടിന്യൂസ് ആയിരിക്കണം, ആ ഒരു പാത്ത് അതിനകത്ത് ഉണ്ടാവണം. അങ്ങനെയുള്ള കേസല്ലേ പറയുന്നത്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് നോക്കുക. പാത്ത് വൈസ് കണക്റ്റഡ് എന്താണ്, കോമ്പാക്ട് സ്പേസ് എന്താണ് കണക്റ്റഡ്നെസ്. അപ്പൊ അവിടെ എന്താണ് സെപ്പറേഷൻ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കണക്റ്റഡ് പറയുന്ന സമയത്ത് സെപ്പറേഷൻ കൂടെ നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ഓർത്ത് വെക്കാനുള്ള, അതായത് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ കണക്റ്റഡ് എന്നുള്ള മീനിങ് ഒക്കെ. അതൊക്കെ തറവായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാത്ത് വൈസ് കണക്റ്റഡ് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പാത്ത് വൈസ് കണക്റ്റഡ് എന്താണെന്ന് അറിയില്ല എങ്കിൽ അതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും തിയറംസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് ആണ് ഞാൻ നിങ്ങളോട് ഓർക്കാൻ വേണ്ടി പറയുന്നത്. ഇനിയുണ്ട് കോമ്പാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് ഉണ്ട് അല്ലെ, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് ഉണ്ട്, ഹോമിയോമോർഫിസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടോപ്പോളജിക്കകത്ത് വരാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കണമെങ്കിൽ ഒരു 45 ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ 9746455514 ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ സെറ്റിന്റെ ഫ്രീ ഗ്രൂപ്പ് ഇവിടെ നമ്മുടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ ഇനിയും ജോയിൻ ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരിൽ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയിക്കൊള്ളും. അതുപോലെ നമ്മുടെ CC ആപ്പിൽ നിങ്ങൾ ഈ സെറ്റ് എക്സാം പോലെയുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ, PSCയുടെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അങ്ങനെയുള്ള എക്സാംസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പായ CC ലേണിംഗ് ആപ്പ് തീർച്ചയായും ഉപകാരപ്പെടും. അവിടെ ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ CC ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ സെറ്റ് എഴുതുന്ന കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സുകളൊക്കെ കമന്റ് ചെയ്യുക. താങ്ക് യു.